ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ആരാണ് സാബോ? ഈ ഒരു ചോദ്യത്തിന് സത്യത്തിൽ ഒരൊറ്റ വാക്കിൽ ഉത്തരം നൽകാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അത്രത്തോളം പ്രശസ്തിയാണ് ഈ ഒരു കഥാപാത്രം വൺ പീസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു നോബിൾ ഫാമിലിയിൽ ജനിച്ച സാബോ എങ്ങനെ റവല്യൂഷണറി ആർമിയിൽ ഒരു അംഗമായി എന്നും പിന്നീട് അങ്ങനെ ലോകമറിയപ്പെടുന്ന ഫ്ലെയിം എംബറായി എന്നും കൂടാതെ എന്താണ് ഫൈനൽ സാഗയിൽ ഈ കഥാപാത്രത്തിന്റെ റോളെന്നും എങ്ങനെയാണ് റവല്യൂഷണറി ആർമി ലൂഫിയോടൊപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുക തുടങ്ങിയതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 583 എപ്പിസോഡ് നമ്പർ 494 സാബോനെ അവതരിപ്പിക്കുന്നത്. ഈസ്റ്റ് ബ്ലൂവിനടുത്തുള്ള ഗോവ കിങ്ഡത്തിലാണ് അവന്റെ ജന്മം. ഔട്ട്ലുക്ക്, ഡിഡിത്ത് തുടങ്ങിയവരാണ് മാതാപിതാക്കൾ. ഏകദേശം 22 വയസ്സോളം പ്രായമുള്ള അവന്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ച് 20-നാണ്. ഒരു നോബിൾ ഫാമിലിയിൽ ജനിച്ച സാബോ ആ ഒരു ജീവിതത്തെ എന്തുമാത്രം വെറുക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതിന് കാരണക്കാർ അവന്റെ മാതാപിതാക്കളും. ഗോവ കിങ്ഡത്തിന്റെ അടുത്ത രാജാവാക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ തന്ത്രപ്പാടിൽ അവർ മറന്നത് ആ കൊച്ചുകുട്ടിയുടെ മനസ്സായിരുന്നു. മറ്റു കുട്ടികളോട് ഇടപഴകുന്നതോ രാജ്യത്തിന് വെളിയിലേക്ക് പോകുന്നതോ തുടങ്ങി എന്തിനും ഏതിനും റെസ്ട്രിക്ഷൻസ് കുത്തിയറച്ചുകൊണ്ട് ഒരു കൂട്ടിലടച്ച പക്ഷിയെ പോലെ അവനെ വളർത്താൻ ശ്രമിച്ചു. തനിക്കൊരു പൈററ്റായി മാറണമെന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി വീട്ടുകാർ അറിയാതെ എയ്സുമായി ചങ്ങാത്തം തുടങ്ങി. പണം സ്വരുക്കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഇരുവരും തീരുമാനിച്ചു. എന്നാൽ അതിനിടയിലേക്ക് ലൂഫി കയറി പലപ്പോഴും അവരുടെ പ്ലാൻ തന്നെ കുളമാക്കുന്നതുകൊണ്ട് അവനെ ആദ്യമൊന്നും സാബോന് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ലൂഫിയുമായുള്ള അവന്റെ നിമിഷങ്ങൾ അവനെ ഏറെ ഇഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചു. സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ച സാബോ അതിനായിട്ട് തന്റെ വീട് ഉപേക്ഷിച്ച് എയ്സിനോടും ലൂഫിയോടൊപ്പമാക്കി പിന്നീടുള്ള താമസം. കുട്ടിക്കാലം മുതൽക്കുള്ള അവരുടെ കൂട്ടുകെട്ട് അവരെ സഹോദരന്മാരാക്കി മാറ്റി. എന്നാൽ വീടുപേക്ഷിച്ചു പോയ മകനെ വീണ്ടും കണ്ടെത്തിയ ഔട്ട്ലുക്ക് അവനെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. എയ്സിനോടും ലൂഫിയോടുമുള്ള അവന്റെ ഈ സ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു വിധേന സാബോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇത്തവണ സുരക്ഷ വളരെ കഠിനമായിരുന്നു. എങ്കിലും തനിക്കിനിയും കാത്തിരിക്കാൻ സാധിക്കാത്തതിനാൽ എങ്ങനെയും അവിടെ നിന്നും വീണ്ടും രക്ഷപ്പെട്ടു. ഒരു ചെറിയ ബോട്ടിൽ ഹാർബറിൽ നിന്നും യാത്ര തുടങ്ങി മുന്നോട്ട് പോകവേ തനിക്കെതിരായി വന്നൊരു വേൾഡ് ഗവൺമെന്റിന്റെ കപ്പലിൽ നിന്നും സെയിന്റ് ജാൽമാക്ക് എന്ന സെലസ്റ്റിയൽ ഡ്രാഗൺ പൈററ്റ് ഫ്ലാഗ് കണ്ടയുടൻ ആ ബോട്ടിനെ ലക്ഷ്യം വെച്ച് ഒരു തീമഴ പെയ്യിച്ചു. ആ എക്സ്പ്ലോഷനിൽ പാതി ജീവനുമായി കരക്കടിഞ്ഞ സാബോനെ പിന്നീട് ഡ്രാഗനാണ് രക്ഷിക്കുന്നത്. എന്നാൽ കണ്ടുനിന്ന പലരും സാബോ മരണപ്പെട്ടു എന്നായിരുന്നു വിശ്വസിച്ചത്. കാരണം അത്രത്തോളം ഭയാനകമായിരുന്നു ആ ഒരു പൊട്ടിത്തെറി. ടോഗ്രയിലൂടെ എയ്സും ലൂഫിയും ഇതറിഞ്ഞതോടെ സാബോനെ രക്ഷിക്കാൻ സാധിക്കാത്ത കുറ്റബോധം അവർക്കുള്ളിലുണ്ടായി. അത് പിന്നീട് വലിയൊരു ദുഃഖത്തിലേക്ക് അവരെ എത്തിച്ചു. ആ ഒരു അപകടത്തിൽ തന്റെ ഓർമ്മകൾ നഷ്ടമായതോടെ പിന്നീടുള്ള അവന്റെ ജീവിതം എയ്സിനെയും ലൂഫിയും മറന്നുകൊണ്ടായിരുന്നു. ഡ്രാഗൻ, കൂമ, ഹാക്ക് തുടങ്ങിയവരാണ് അവനെ ട്രെയിനിങ്ങിനായി സഹായിച്ചത്. ആർമിയുടെ പല റെസ്ക്യൂ മിഷനിലും പങ്കുചേർന്ന് മറ്റുള്ളവർക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കി. ആ ഓരോ വിജയങ്ങൾ തന്നെയായിരുന്നു അവനെ റവല്യൂഷണറി ആർമിയുടെ സെക്കൻഡ് ഇൻ കമാൻഡർ എന്ന പദവിയിലേക്ക് എത്തിച്ചതും. എയ്സിന്റെ മരണത്തോടെ ഓർമ്മകൾ തിരികെ ലഭിച്ച സാബോ പിന്നീട് ഡ്രസ് റോസയിൽ വെച്ചാണ് ലൂഫിയെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് മെരാമെര നോമി എന്ന എയ്സിന്റെ ഡെവിൾ ഫ്രൂട്ടിനെ ക്ലെയിം ചെയ്ത് എയ്സിന്റെ ലെഗസിയെ സാബോ കാത്തു സൂക്ഷിച്ചു. റെവറി മിഷനിൽ പങ്കുചേർന്ന് കൂമയെ രക്ഷിക്കാനായി മരീജോയ്സിലേക്ക് കടന്നുകയറിയ സാബോന് അവിടെ വെച്ചാണ് ഈ ലോകത്തിന്റെ രഹസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. ത്രോൺ റൂമിലേക്ക് കടന്നുകയറിയ സാബോ ആദ്യമായി ആ ലോകം ഭരിക്കുന്ന യഥാർത്ഥ ഭരണാധികാരിയെ കാണാനിടയായി. കൂടാതെ കോബ്രയുടെ മരണവും അയാൾ നൽകിയ മെസ്സേജുമായിരുന്നു അവനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ സാബോ രക്ഷപ്പെട്ടെത്തിയ സ്ഥലം ലിലീഷ്യയായിരുന്നു. ലിലീഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപം വേൾഡ് ഗവൺമെന്റിന് വളരെ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റവല്യൂഷൻ ഇല്ലാതാക്കാൻ ഇമു ആ ഐലൻഡ് തന്നെ മാപ്പിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട സാബോ എങ്ങനെയൊക്കെയോ ഡ്രാഗൻ അരികിലേക്ക് എത്തിപ്പെട്ടു. തുടർന്ന് കോബ്രയുടെ മരണത്തെ പറ്റിയും ഇമുവിനെ പറ്റിയുമെല്ലാം ഡ്രാഗനോട് സാബോ വിവരിച്ചു. റെവറി ഇൻഫിൽട്രേഷനിലൂടെ ലോകമെമ്പാടും സാബോന് സപ്പോർട്ട് ചെയ്യുന്നവർ ഫ്ലെയിം എംബറായി അദ്ദേഹത്തെ വിളിക്കാൻ ആരംഭിച്ചു. ചിലർ കോബ്രയുടെ മരണത്തിന്റെ ഘാതകനെന്ന് വിമർശിക്കാനും. പിന്നീട് വെഗാപങ്കിലൂടെ ഇമുവിന്റെ പ്ലാൻ എന്താണെന്നും അത് സംഭവിക്കാതിരിക്കാൻ ഇനി മുന്നോട്ട് എന്തെല്ലാം ചെയ്യാമെന്നുള്ള ചർച്ചകളിലുമായിരുന്നു റവല്യൂഷണറി മുഴുവനും. അതിനായി അവർ ആദ്യം ചെയ്തത് മരീജോയ്സിലേക്ക് പോകേണ്ട ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ അവർ ഒരു വിധേന തടഞ്ഞു നിർത്തിയതാണ്. ഇനി സാബോനെ പറ്റിയുള്ള കുറച്ച് തിയറികൾ നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഫൈനൽ സാഗയിലേക്കുള്ള അവന്റെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത്. അതിനായിട്ട് അവൻ ആദ്യം ചെയ്യേണ്ടത് വിവിയെ കണ്ടുമുട്ടുക എന്നതാണ്. അതായത് കോബ്ര നൽകിയ മെസ്സേജ് വിവിയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച
ആവാം ഒരുപക്ഷെ മരി ജോയ്സിനെ ആക്രമിക്കാൻ വലിയൊരു സൈന്യത്തെ സംഘടിപ്പിക്കുന്നതിലേക്കും അതുവഴി ഹോളി ലാൻഡിലേക്ക് വലിയൊരു യുദ്ധം തുടങ്ങി വെക്കുന്നതിലേക്കാവും ഇത് കൊണ്ടെത്തിക്കുക എന്ന് പറയപ്പെടുന്നു. മറ്റൊരു തിയറിയാണ് സാബോ, ലൂഫി തുടങ്ങിയവരുടെ ടീം അപ്പ്. ഒരുപക്ഷെ ലൂഫി വേഴ്സസ് ബ്ലാക്ക് ബിയർഡ് എന്ന ഫൈറ്റിലോ അല്ലെങ്കിൽ ലൂഫി വേഴ്സസ് അക്കൈനു എന്ന ഫൈറ്റിലോ ആവാം ഈ ഒരു ടീം അപ്പ് ഉണ്ടാവുക. ഇതില് ലൂഫി വേഴ്സസ് അക്കൈനു എന്ന ഫൈറ്റിലാവും ഒരുപക്ഷെ ഈ ടീം അപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം എയ്സിനെ കൊന്നവനെ അവന്റെ അതേ ഡെവിൾ ഫ്രൂട്ട് ഉപയോഗിച്ച് വീണ്ടും തിരിച്ചടിക്കുന്നത് കാണാനാണ് ആസ് എ എയ്സ് ഫാൻ അല്ലെങ്കിൽ എല്ലാ ഫാൻസിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുള്ളൂ. അതങ്ങനെ നടക്കട്ടെ, അങ്ങനെ നടന്നാൽ നന്നായിരുന്നു. കാരണം അക്കൈനു എന്ന കഥാപാത്രം അതിന് വലിയ അർഹനാണ്. ഇനി അവസാനമായി സാബോന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ പറ്റി നോക്കാം. സാബോ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണെന്ന് നമുക്കറിയാം. മെരാ നോമിയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഡെവിൾ ഫ്രൂട്ട് പവർ കൂടാതെ അഡ്വാൻസ് ലെവലിലുള്ള ആർമമെന്റ് ഹാക്കിയും ഒബ്സർവേഷൻ ഹാക്കിയും മാസ്റ്റർ ചെയ്ത വ്യക്തിയാണ് സാബോ. കൂടാതെ അഡ്വാൻസ് ലെവലിലുള്ള മാർഷൽ ആർട്സ് കൂടി പഠിച്ചിരിക്കുന്നതിനാൽ ഇവ രണ്ടും കമ്പൈൻ ചെയ്താണ് പലപ്പോഴും അദ്ദേഹം ഫൈറ്റ് ചെയ്യാറുള്ളത്. ഫൈറ്റിനായിട്ട് കയ്യിലെപ്പോഴും ഒരു ഇരുമ്പ് പൈപ്പുമായിട്ടാണ് പോകുന്നത്. അതിനാൽ അവന്റെ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ആയുധമായി തന്നെ ഈ ഒരു പൈപ്പിനെ വിശേഷിപ്പിക്കാം. ഡ്രാഗൺസ് ക്ലോ, ഡ്രാഗൺസ് ബ്രെത്ത്, ഫയർ ഫിസ്റ്റ്, ബേണിംഗ് ഡ്രാഗൺ, ഫ്ലെയിം ഡ്രാഗൺ തുടങ്ങിയവയാണ് മെയിൻ ആയിട്ടുള്ള അറ്റാക്കുകൾ. എന്തായാലും സാബോ എന്ന ക്യാരക്ടറിന്റെ ട്രൂ പൊട്ടൻഷ്യല് നമുക്ക് ഫൈനൽ സാഗയിലാകും കാണാൻ സാധിക്കുക. അതുകൂടാതെ മെരാ നോമിയുടെ ഒരു ട്രൂ അവേക്കനിങ്ങും നമുക്ക് ഫൈനൽ സാഗയിൽ തന്നെ കാണാൻ സാധിക്കും. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.